ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഒരേപോലെ ആവില്ലല്ലോ. ചില ദിവസങ്ങളിൽ നമ്മൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നേരം വൈകിട്ട് പണിയൊരുങ്ങുന്ന ടൈമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ കുട്ടികൾക്ക് മിഡ് ടൈം എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വായിച്ച വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു. അപ്പോൾ ചായയോടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായി, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. വെജിറ്റബിൾസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നോർമൽ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ടൈമാവും കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, എല്ലാവരും ഒന്ന് കാണുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ തേച്ച് വെച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്രൈഡ് റൈസും കപ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പണിയൊന്നുമില്ല. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ചെറിയൊരു പണിയേ ഉള്ളൂ. പിന്നെ വേറെ കറികളും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വേറെ കറികളൊന്നും അവർ ചോദിക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫ്രൈഡ് റൈസും കപ്സയൊക്കെ. നമുക്ക് ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച റൈസും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കും. നമ്മൾ കെച്ചപ്പ് നമ്മൾ കളർ ഒരു വ്യത്യാസം ഉണ്ടായാലും കെച്ചപ്പ് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് നല്ലൊരു ടേസ്റ്റാണ്. ഈ ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ, വീടിൻ്റെ സൈഡിൽ വന്നിട്ടാണ് കറിവേപ്പിലേൻ്റെ മരമുള്ളത്. അപ്പോൾ വലിയ മരമാണ്. അപ്പോൾ ചെറിയ ആവശ്യത്തിന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ താഴെ കുഞ്ഞു മരങ്ങളുണ്ട്, അത് ഇന്നാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ തോട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ മേലെ നിന്ന് പൊട്ടിച്ചെടുക്കുകയും ചെയ്യും. അപ്പം നമ്മളിങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ചിക്കനും കൂടെ പൊരിച്ചിട്ട് അപ്പോൾ പണി ഒരുങ്ങിയിട്ട്, ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചതാണ് അന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ പണി ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുളിയും വാഷ് ചെയ്യലും ഒക്കെ ആയിട്ട്, അടിച്ചു വാരി തുടക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെയാണ് കേട്ടോ എടുത്തത്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വൈകുന്ന ടൈമിൽ ജസ്റ്റ് എല്ലായിടും അടിച്ചു വാരി തുടക്കൊന്നുമില്ല. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രം അടിച്ചാരി തുടക്കാറാണ്. കിച്ചണും അങ്ങനെ ഹാളും അങ്ങനെയൊക്കെ സിറ്റ് ഔട്ടൊക്കെ അടിച്ചോരി തുടക്കൽ. അപ്പം നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ടൈമാണ്. മഷാല്ല, ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ടൈമിൽ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് കേട്ടോ. ചക്കയും മാങ്ങ കുഞ്ഞതായി ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ ഏതായാലും 2 മൂച്ചും 2 പ്ലാവും ഒക്കെ ആയിട്ടുണ്ട്. അതുമൂലമൊക്കെ നമുക്ക് കാഴ്ചിട്ടുണ്ട് കേട്ടോ. ചില പ്രാവശ്യങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കൊക്കെ ഉമ്മ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏതായാലും എക്സാമാണ്, അപ്പോൾ അവർക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഉമ്മ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അരി കുറച്ചും വേവ് അധികം, എനിക്ക് അത്ര അരി വേവുന്നത് അത്ര ഇഷ്ടമല്ലായിട്ടായിരിക്കും. ഉമ്മ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല ജീവനുള്ള മീനായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ 4 വാരം നിൽക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബക്കറ്റിൽ ഇട്ടോണ്ടോ എന്തോ അതങ്ങനെ അമർന്ന് അങ്ങനെ ഇതായി. ഞങ്ങൾ പിറ്റേ ദിവസമൊക്കെയാണ് കറിയും പൊരിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3:30 കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരം വൈകി. പിന്നെ കുട്ടികൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 4:30ക്കാണ് ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ ആ ടൈമൊക്കെ ഏകദേശം ആവാറായി. അപ്പോൾ നമ്മുടെ ഗാർഡൻ ടൂറൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗാർഡൻ ഒന്ന് ശരിയാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാനലിൽ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് പോയി ചാനലിൽ പോയി കാണുക. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കിട്ടോ. അങ്ങനെ വെറൈറ്റി സ്നാക്കൊന്നും അല്ല കേട്ടോ, ഒരു സ്നാക്ക് ഉണ്ടാക്കി. അപ്പോൾ ചിക്കനിൽ ഞാൻ കെച്ചപ്പും
മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മാഗി പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു പാക്കറ്റ് മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് വേണ്ട ഡോ ഉണ്ടാക്കുകയാണ്. നമ്മളെ മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയിൽ ഉപ്പും പഞ്ചസാരയും ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് നോർമൽ വെള്ളത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ഇഷ്ടമായിരിക്കും എന്തായാലും. പിന്നെ എൻ്റെ മൂത്തച്ഛൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും കൂടി വന്നല്ലേ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇത് വേണമെന്നൊന്നും വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കി. അപ്പോൾ ഞാനങ്ങനെ ഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം, കാരണം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് പരത്തി കൊടുക്കുകയാണ്. അതിപ്പോൾ ചെറിയ റൗണ്ടിലും വലിയ റൗണ്ടിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരത്താം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പരത്തി കൊടുത്തിട്ട് ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീസ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്താലും മതി, പക്ഷേ എൻ്റെ അടുത്ത് അധികം ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ മടക്ക് പൊറാട്ട ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മടക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ അങ്ങനെ റൗണ്ടിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓരോന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാണ്. അപ്പം നമ്മൾ മാഗീൻ്റെ മസാല ഇട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നൂഡിൽസൊക്കെ ഇഷ്ടം, മാഗീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഓയിലിൽ തന്നെ ഞാൻ ഒരു സവാള, വലിയൊരു സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഒരുപാട് പച്ചമുളകില്ല, ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ എക്സാം ആയിക്കൊണ്ടാണ് കേട്ടോ. പഠിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നാലേ കുട്ടികൾ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോരുന്ന പിന്നാലെ അവരും പോരും. അതുകൊണ്ടാണ് അതും ഒക്കെ പോടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് പിന്നെ ഒന്നുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയിൽ. അപ്പോൾ നമ്മളങ്ങനെ പരത്തി വെച്ച ഓരോന്ന് എടുത്തിട്ട് നമുക്കിനി മസാല ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും സമയമൊക്കെ അതായത് എക്സാമൊക്കെ തുടങ്ങാനൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് ചായക്ക് കൊടുത്തിട്ടാണ് അവർ എക്സാം ചെയ്താൽ. നമ്മൾ മസാല ഇട്ടിട്ട് അതിന് മേലെ നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. അതിലൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്തെടുത്തു. ഇനി ഒരു ചീസും കൂടെ വെച്ച് കൊടുക്കാം, ഒന്ന് അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരത്തിയപ്പോഴും കുറച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീസിൻ്റെ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടെ കഴിക്കൂട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതൊരു മടക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ഇറച്ചിപ്പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിൽ മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് മൈദ പേസ്റ്റും കൂടി ഒട്ടിപ്പിടിക്കാൻ വേണ്ടി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറച്ചിപ്പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മക്കളൊക്കെ എക്സാം എഴുതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ. അപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് തരാറിനാലൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ചായയും വേണ്ടിയിരുന്നു. ചായയൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കിയിട്ടാണ് എക്സാം എഴുതാൻ ഇരുത്താറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്യൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചീസ് ഇടണമെന്ന് നിർബന്ധമല്ല, ചീസ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സാം അവരങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ആൾക്കും എക്സാമാണ് കേട്ടോ. ഇവിടെ എക്സാം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അവർ പറഞ്ഞാലേ അറിയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അവർക്ക് അറിയൊന്നുമില്ല, കാരണം 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്ത് എന്താന്ന് ചോദിച്ചാൽ ആൻസർ അറിയെങ്കിൽ അത് പറഞ്ഞുതരും. അങ്ങനെ അവൾ ചോദിക്കണം അവനോട് അപ്പോൾ ആൻസർ. അങ്ങനെ ചായ കുടിയൊക്കെ നടക്കുന്നുണ്ട് എക്സാമിൻ്റെ ഇടയിൽ. സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നടക്കില്ല. ചായ കുടിക്കുമ്പോഴൊക്കെ എക്സാം എഴുതാണ്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി. നല്ല അടിപൊളി സ്നാക്കാണ്. അങ്ങനെ എന്താണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്, നല്ല പ്രത്യേകം. അപ്പോൾ എല്ലാം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികമായോ എന്ന് തോന്നുന്നു. കുട്ടികൾ എരിവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളകൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയൊക്കെ അധികം ഇടാതെ തന്നെയാണ് കൊടുക്കാറ്. അന്ന് കുറച്ച് അധികമായി എന്ന് തോന്നുന്നു. അപ്പോൾ എക്സാമിന് പിന്നെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അതൊക്കെ അവർ എഴുതുന്ന ടൈം പോലെ ഇരിക്കും. അപ്പോൾ അന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ അവരത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ.
അപ്പോൾ തന്നെ സമയം അവർക്ക് 4:30 എക്സാം തുടങ്ങിയാൽ 6:30 ആകുമ്പോൾ തിരിച്ചായി. അപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 6:15 ആകുമ്പോൾ തന്നെ നമുക്ക് മഗ്‌രിബാവും ഇരുട്ടൊക്കെ ആവും. അപ്പോൾ ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 6 മണിയൊക്കെ കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇവളും കൂടെ വിരുന്ന് വന്നുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ കളിക്കാൻ ടൈമില്ല എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷമാണ് കളിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷേ 4 മണിക്ക് എക്സാം ആയതുകൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയിട്ട് കളിക്കുകയാണ്. അവർ കളിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയാവും കേട്ടോ. കാരണം എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇറങ്ങുന്നത്. ഒക്കെ അങ്ങനെ മാവുള്ള ചെടി നനക്കലും അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇപ്പം തന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കൽ കുറച്ചും കൂടെ ഇരുട്ടായിട്ടാണ് അവരൊക്കെ ഉള്ളിൽ കയറിയത്. കാരണം ആ ഇരുട്ടാവുന്നവർ തന്നെ പുറത്ത് തന്നെ കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് ഇതാ ഈവനിങ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാ റെസിപ്പിയും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ നമുക്ക് നേരം വൈകിയ ദിവസത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യും കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടെ നേരം വൈകിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇല്ലെങ്കിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക്. അപ്പോൾ ഞാൻ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.